നമസ്കാരം. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ അനുവാവി എന്ന് പറഞ്ഞിട്ട് ഒരു ശ്രീ മുരുക ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യ കഥയാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഹനുമാന്റെയും ശ്രീ മുരുകന്റെയും ഒരു കഥയാണ്. ഇത് രാമായണ കാലത്താണ് നടന്നിരിക്കുന്നത്. ഇപ്പൊ രാമനും രാവണനും തമ്മിൽ യുദ്ധം ചെയ്യുന്ന, ലങ്കയിൽ യുദ്ധം ചെയ്യുന്ന ഒരു സമയത്ത് ആ യുദ്ധം ഇങ്ങനെ കൂടി വരുമ്പോൾ ലക്ഷ്മണനെ ഇന്ദ്രജിത്തിന്റെ അസ്ത്രമേറ്റിട്ട് നെഞ്ചിൽ തറച്ചുല്ലോ. അപ്പോൾ ലക്ഷ്മണന്റെ ആ ജീവൻ അപകടത്തിലാകും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ സഞ്ജീവനി ഔഷധമാണ് അതിന് വേണ്ടി വന്നത്. അപ്പോൾ അത് കൊണ്ടുവരാനായിട്ട് ഹനുമാൻ പോകുകയാണ്. ആ സഞ്ജീവനി ആ മല തന്നെ എടുത്തു കൊണ്ടുവരാനായിട്ടാണ് പോകുന്നത്. അങ്ങനെ മലയൊക്കെ എടുത്തു കൊണ്ടുവരുന്ന സമയത്ത് ഹനുമാന് ഈ മലയുടെ ഒരു ഭാരം കാരണവും ഒക്കെ ആയിട്ട് നല്ല ദാഹവും ക്ഷീണവും ഒക്കെ അനുഭവപ്പെട്ടു. അപ്പോൾ ഈ ദാഹം തീർക്കാനായിട്ട് എവിടെയെങ്കിലും കുറച്ച് വെള്ളം ലഭിക്കുമോ എന്ന് നോക്കിയപ്പോൾ എവിടെയും ജലസ്രോതസ്സുകൾ, നീരുറവകൾ ഒന്നും തന്നെ കാണാനായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നേരമൊക്കെ നോക്കി, കാണാതായപ്പോൾ എന്ത് ചെയ്തു, ഭൂമി തുറന്ന് നോക്കിയ മിന്നൽ വേഗത്തിലാണ് ഈ തുറന്നു പോയി നോക്കണത്. എന്നിട്ടും വെള്ളമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പം എന്താ ചെയ്യുക, ഇതിൻ്റെ ഭാരമുണ്ട്, അതുപോലെ തന്നെ ഈ ദാഹമുണ്ട്, ആകെ വലഞ്ഞു പോയി ഹനുമാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ പിന്നെ ചെയ്യുക, രാമനാമം ചൊല്ലാം എന്ന് വിചാരിച്ചിട്ട് രാമനാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തൊട്ടടുത്ത് ഒരു മലയിൽ ഇരിക്കുകയായിരുന്ന ശ്രീ മുരുകൻ ഈ രാമനാമൊക്കെ കേട്ടു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഭഗവാന്റെ പ്രിയപ്പെട്ട ആരോ ആണ് നാമം ചൊല്ലുന്നതെന്ന്. ഒന്ന് നോക്കിയപ്പോൾ ഹനുമാനാണ്, വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ബുദ്ധിമുട്ടുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ശ്രീ മുരുകൻ എന്ത് ചെയ്തു, തൻ്റെ കയ്യിലുള്ള വേലായുധം ഉണ്ടല്ലോ, അതുകൊണ്ട് ആ നിലത്തൊന്ന് കുത്തി. ആ കുത്തിയ ഉടനെ അവിടെ നിന്ന് ഒരു നീരുറവ, ഒരു ജലസ്രോതസ് ഉണ്ടായി എന്നാണ് പറയണത്. അപ്പോൾ പിന്നെ വെള്ളം കിട്ടിയല്ലോ. ഹനുമാൻ ദാഹം തീരുന്നവരെ വെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ട് ശ്രീ മുരുകൻ്റെ അടുത്ത് നന്ദിയൊക്കെ പറഞ്ഞു തിരികെ മലയുമായിട്ട് ലങ്കയിലെത്തി അവിടെ ലക്ഷ്മണൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്തു. അങ്ങനെയാണ് കഥ. അപ്പോൾ ഈ വെള്ളം, അതായത് ആ വേലായുധം കൊണ്ട് ആ ഭൂമിയിൽ കുത്തിയ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് വെള്ളം ഉണ്ടായത്. അപ്പോൾ അതിനെ അനുവാവി എന്നാണ് പറയുക. ഈ അനു എന്ന് പറയണത് ഹനു ലോപിച്ചിട്ടുണ്ടായതാണ് കേട്ടോ. ഹനു എന്ന് പറഞ്ഞാൽ ഹനുമാൻ, വാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരുറവ. അപ്പോൾ അവിടെ അനുവാവി ഉണ്ടായി. അപ്പോൾ അനുവാവി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഇപ്പോഴും ഒരു മുരുക ക്ഷേത്രം ഉണ്ട് കേട്ടോ. പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ആ മലയ്ക്കും ഒരു പേരുണ്ട്. കാരണം ശ്രീ മുരുകനും ഹനുമാനും തമ്മിൽ കണ്ടുമുട്ടിയ ആ ഒരു മല എന്നുള്ള പേരിൽ ഹനുകുമാരമല എന്നാണ് അതിനെ പേരും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു മലയുടെ അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമായിട്ട് പറയുന്നത്.